മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കളുടെ ആക്രമണം. മദ്യലഹരിയിൽ ആക്രമണം. നിരവധി കേസുകളിൽ പ്രതികളായ യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ശശി നാരായണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശി, ഇതിലിപ്പോൾ ഈ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ മർദ്ദനം ഏൽക്കുന്നത് കടക്കാരനാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഒരാളെ തന്നെ വളഞ്ഞിട്ട് അവർ ആക്രമിക്കുന്നു, അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ ഒരു പൂർണ്ണരൂപം? അഭിലാഷ്, ഇന്നലെ രാത്രിയിലാണ് 7 മണിക്ക് ഈ അടൂർ തെങ്ങമത്തുള്ള ചായക്കടയിൽ ഇത്ര ഒരു സംഘടന ഉണ്ടാവുന്നത്. ഇത് പ്രധാനമായും വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന 2 യുവാക്കൾ മദ്യപിച്ചെത്തുകയും അവർ കടയിൽ ഉണ്ടായിരുന്ന ഒരാളുമായി വാക്കേറ്റം ഉണ്ടാവുകയാണ് ഉണ്ടായത്. നേരത്തെ കടയിൽ വെളിയിൽ വെച്ചൊരു വാക്കേറ്റം ഉണ്ടായതിനു ശേഷമാണ് ഈ കടയ്ക്കുള്ളിലേക്ക് വരുന്നത്. തുടർന്ന് അതേ ചൊല്ലിയുള്ള തർക്കം പിന്നീട് ഈ സംഘർഷത്തിലേക്കും അടിയിലേക്കും കലാശിക്കുകയായിരുന്നു. കടയിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ കട ഉടമയും ഇവർ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വഴിയിൽ വെച്ച് പ്രശ്നമുണ്ടായ യുവാവാണ് കടയിലേക്ക് കയറിയ അയാളെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം കട ഉടമയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി വീശി ഒരു ഭീകരാന്തരീക്ഷം കടയ്ക്കുള്ളിൽ ഇവർ സൃഷ്ടിച്ചു. വിഷ്ണു അഭിരാജ് എന്ന് പറയുന്ന 2 യുവാക്കളാണ്. ഇവർ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇവര് അത്തരം പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല കേസുകളും അടിപിടി കേസ് അടക്കമുള്ള കേസുകളിലെ പ്രതികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ പോലീസ് ഇവർക്കെതിരെ 2 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കടയുടമയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. എന്തായാലും ഈ കടയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കടയിലെ സാധനങ്ങളെല്ലാം ഇവർ അടിച്ചു നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. 1/2 മണിക്കൂറോളം ഈ കടയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഇവർ ഈ ജീവനക്കാരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കത്തി വീശി കൊണ്ട് തന്നെ കത്തി വീശിയതും ഈ കടയിലെ ഉടമയ്ക്കൊക്കെ നേരിയ രീതിയിലുള്ള പരിക്കുകളും പറ്റിയിട്ടുണ്ട്. എന്തായാലും അവരെ അടൂർ ആശുപത്രി ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനൊരു സംഭവമാണ് ഇതിന്റെ അകത്തുണ്ടായത്. എന്തായാലും പോലീസ് ഈ 2 പേർക്കെതിരെയും കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാൽ, അതായത് ഈ സംഘത്തിന് കൃത്യമായി ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു അല്ലെ? അഭിലാഷ്, ഇവർ 2 പേരും നേരത്തെ ഇത്തരം അടിപിടി കേസുകളിലും ക്രിമിനൽ കേസിലും പശ്ചാത്തലമുള്ള വ്യക്തികളാണ്. ഇവര് മദ്യപിച്ചെത്തിയാണ് നിലയിൽ ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം. വഴിയരികിൽ വെച്ച് ഒരു യുവാവുമായി ഒരു തർക്കമുണ്ടാകുന്നു. ആ യുവാവ് കടയിലേക്ക് എത്തുന്നു. തുടർന്ന് ഇവർ ആ കടയിലെത്തിയാണ് ആ യുവാവിനെ മർദ്ദിക്കുകയും ഒപ്പം കടയുടമ തടയാൻ ശ്രമിച്ച കടയുടമയും ജീവനക്കാരനെ അടക്കം ഇവർ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായത്. എന്തായാലും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളാണ് 2 പേരും. വിഷ്ണുവും അഭിരാജും പ്രതികളാണ്, കേസുള്ളവരാണെന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ്, യെസ്, കഴിഞ്ഞ ദിവസം ആണ് ഇങ്ങനെ കടയിൽ കയറി യുവാക്കൾ മർദ്ദിച്ചത്. യുവാക്കളുടെ സംഘം, ഇവർ ചില കേസുകളിലടക്കം പ്രതികളായിട്ടുള്ളവരാണ്. മദ്യലഹരിയിലായിരുന്നു യുവാക്കളുടെ അഴിഞ്ഞാട്ടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഘം ചേർന്ന് ഒരാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ഒപ്പം കടക്കാരുടെ ഭാഗത്തു നിന്നും അതിനെ ചെറുക്കുവാനുള്ള നീക്കങ്ങൾ നടന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രബിന് എതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വിഷ്ണുജ കടുത്ത പീഡനങ്ങൾ നേരിട്ടതായി സുഹൃത്തുക്കളും പറയുന്നു. ഉപദ്രവിക്കായിരുന്നു. അവള് കഴുത്തിനേറെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ എന്നോട് ഷെയർ ചെയ്യായിരുന്നു. അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പറയും, നീ തിരിച്ചു പോരെ, വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും, ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ നമുക്ക് റെഡിയാക്കാം, ജോലിയല്ലേ, അവർക്ക് ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ.
നോക്കാനും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ്. അവരെ നോക്കാൻ ഇനി വേറെ 3 പെൺമക്കളാണുള്ളത്. അവള് ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തി പോരുന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. പിന്നെ വേറൊരിതുണ്ട്, അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു. വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അറിയാണ്ട് ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ ഇടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും. ഇനിയിപ്പോൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാം. അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ. അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഈ മരണം അതിന് കാരണം ഭർത്താവ് തന്നെ എന്നാണ് സുഹൃത്തുക്കളടക്കം ഇപ്പോൾ പുറത്തു പറയുന്നത്. നേരത്തെ സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിരുന്നു എന്നതിനപ്പുറത്ത് വലിയ പീഡനം നേരിട്ടിരുന്നു ഈ പെൺകുട്ടി എന്നത് തന്നെയാണ് ഈ സുഹൃത്തുക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരുടെ സ്വകാര്യതയെ പോലും മാനിച്ചിരുന്നില്ല. വാട്സപ്പ് കണക്റ്റഡ് ആയിരുന്നു, ആരൊക്കെയായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത് എന്നതെല്ലാം ഈ ഭർത്താവ് നിരീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റാരോടും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയായിരുന്നു ഈ പെൺകുട്ടി എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, തീർച്ചയായിട്ടും ഈ പെൺകുട്ടി അകപ്പെട്ടത് വലിയ ഒരു ദുരിതത്തിൽ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ കൂട്ടുകാരിയുടെ വാക്കുകൾ. തനിക്ക് സ്വകാര്യമായിട്ടുള്ള ദുഃഖം പോലും ഒരാളോട് പങ്കുവെക്കാൻ കഴിയാതെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവും അതിനോടൊപ്പം തന്നെ മൃഗീയമായ തോതിൽ പീഡിപ്പിക്കുക, അധിക്ഷേപിക്കുക, അവഹേളിക്കുക തുടങ്ങി ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് ആ ഒരു കുട്ടി ഈ കഴിഞ്ഞൊരു 1.25 വർഷം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഈ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നുണ്ടെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഗാർഹിക പീഡനം, ഭർത്തൃപീഡനം, അതുപോലെ തന്നെ ഈ BNSന്റെ 85-ാം വകുപ്പ് പ്രകാരമുള്ള മറ്റ് കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം മഞ്ചേരി കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കുക. ഇയാളെ ഇന്ന് റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ സംഭവിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ആത്മഹത്യ, ആ പെൺകുട്ടിയുടെ ആത്മഹത്യ ഇയാളുടെ കൊടിയ പീഡനത്തെ തുടർന്നാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട്, ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരികളുടെ മൊഴികളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് കൃത്യമായ ഈ ഒരു പ്രതിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി ഇയാൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമെന്നതാണ് ഇപ്പോൾ മലപ്പുറം DSP ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി മലപ്പുറം DSP ഓഫീസിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. അതായത് ഇപ്പോൾ പ്രതിയെ പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കും, പിന്നീട് കൂടുതൽ വിശദമായൊക്കെ ചോദിക്കേണ്ടതുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ കുടുംബത്തിന്റെ, അതായത് പ്രബിന്റെ കുടുംബവും ഇത് അറിഞ്ഞിരുന്നു. മകൻ ഭാര്യയെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതുമൊക്കെ അറിഞ്ഞിരുന്നു എന്നാണല്ലോ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. കുടുംബത്തിനും ഈ ആത്മഹത്യയിൽ പങ്കുണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുമോദ്?